ഇക്കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കണ്ണ് ചെന്ന് നിന്നത് തെലങ്കാന രാഷ്ട്രീയത്തിലെ ഒരു ചെറുപ്പക്കാരനിലേക്കാണ്. കേവലം 54 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെത്തി 4 വർഷം കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നയാൾ, 6 വർഷം കൊണ്ട് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ ആൾ. ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ രേവന്ത് റെഡ്ഡി എന്ന ചെറുപ്പക്കാരനുണ്ട്. ആ രേവന്ത് റെഡ്ഡിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് ABPയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ രാഷ്ട്രീയ യാത്ര. പിന്നീട് രാഷ്ട്രീയത്തിൽ ചന്ദ്രശേഖര റാവുവിൻ്റെ വളരെ വലിയ എതിരാളിയായി മാറുകയും പിന്നീട് സ്വതന്ത്രനായി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് മത്സരിക്കുകയും ജില്ലാ പരിഷത്തിലേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ ചന്ദ്രശേഖര റെഡ്ഡി അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ YS രാജശേഖര റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വഴി തുറന്നുവെങ്കിലും അദ്ദേഹം അന്ന് കോൺഗ്രസിൽ ചേരാതെ ചന്ദ്രബാബു നായിഡുവിനോടൊപ്പം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് തെലുങ്ക് ദേശത്തിൽ നിന്ന് മാറുകയും അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്തത് നമ്മൾ ഏറെ അത്ഭുതത്തോടെ കണ്ടുനിന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ തെലങ്കാന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, കാരണം കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളുടെയും ഈ തെരഞ്ഞെടുപ്പ് ഫലമെടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന് അല്പമെങ്കിലും ആശ്വസിക്കാനാകാവുന്ന ഒരു വിജയം ലഭ്യമായത് ഈ രേവന്ത് റെഡ്ഡിയിൽ നിന്നും, പ്രത്യേകിച്ച് തെലങ്കാനയിൽ നിന്നും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, അദ്ദേഹം ധാരാളം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടുകൂടിയാണ് ഈ മെയ്വഴക്കം അവിടെ പ്രകടമാക്കിയത്. റെഡ്ഡി സഹോദരന്മാരിൽ നിന്ന് നേരിട്ട എതിർപ്പുണ്ടായിരുന്നു, ഭട്ടിയിൽ നേതൃത്വത്തിൽ നിന്നുണ്ടായ എതിർപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ നേതാക്കന്മാരെ പിന്തള്ളിക്കൊണ്ടാണ് ചെറുപ്പക്കാരുടെ മുൻനിരയിലേക്ക് ഇദ്ദേഹം വന്നത്. പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ശക്തമാക്കുകയും ഭാരത് ജോഡോ യാത്ര വളരെ ശക്തമായി അവിടെ ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ, ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്ന പേരിൽ വളരെയധികം പോപ്പുലറായ ഒരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ ജനകീയരായ ഒരു വ്യക്തി കൂടിയാണ് രേവന്ത് റെഡ്ഡി. 54 വയസ്സ് മാത്രമുള്ള ഇദ്ദേഹം ഇന്ന് തെലങ്കാന രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് ഇലക്ഷന് ശേഷം പരിഗണിച്ചപ്പോൾ ധാരാളം സാധാരണ കോൺഗ്രസ്സിലുണ്ടാകുന്ന പോലെയുള്ള പടലപ്പിണക്കങ്ങൾ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. കാരണം ഭട്ടിയും അതുപോലെ തന്നെ വിക്രമാദിത്യ ഖാർഗെയും ഇങ്ങനെയുള്ള ധാരാളം പേരുകൾ റെഡ്ഡി സഹോദരന്മാരും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പാർട്ടിയിൽ തന്നെ വന്നുവെങ്കിലും ഭൂരിപക്ഷ ആളുകളും അണിനിരുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സത്യപ്രതിജ്ഞ ഒരല്പം വൈകുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും മുതിർന്ന നേതാക്കന്മാരുടെ എതിർപ്പുണ്ടായിരുന്നുകൊണ്ടാണ് തീരുമാനം ഒരല്പം വൈകിച്ചത്. എങ്കിൽ കൂടിയും അവസാനം ഭൂരിപക്ഷ MLA-മാരുടെ അഭിപ്രായങ്ങളും ഈ ചെറുപ്പക്കാരന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒടുവിൽ രേവന്ത് റെഡ്ഡി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഒപ്പം മറ്റുള്ളവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു. ബാക്കിയുള്ളവർക്ക് എന്ത് പൊസിഷനാണ് നൽകുക, അത് ടേൺ അനുസരിച്ച് 2 വർഷം രേവന്ത് റെഡ്ഡിയും പിന്നീട് ബാക്കിയുള്ളവരായിരിക്കും എന്നുള്ള ചോദ്യത്തിനൊക്കെ വളരെ ഒഴുക്കൻ മട്ടിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയുകയും രേവന്ത് റെഡ്ഡി തന്നെയായിരിക്കും മുഖ്യമന്ത്രി, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് എന്നുള്ള തരത്തിൽ സൂചനകൾ നൽകുകയും ചെയ്തു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ABP രാഷ്ട്രീയത്തിൽ വന്ന ചെറുപ്പക്കാരനാണ് രേവന്ത് റെഡ്ഡി. പിന്നീട് അദ്ദേഹം പല പാർട്ടികളിലായി സഞ്ചരിച്ചു. അദ്ദേഹത്തിനെതിരെ ധാരാളം എതിർപ്പുകൾ പിന്നീടുള്ള കാലങ്ങൾ ഉണ്ടായി വന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ KCRനോടൊപ്പം പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചപ്പോൾ വെറും ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ താൻ YSRനോടൊപ്പം പോകും എന്ന് പറഞ്ഞ ആളാണ്. വളരെ ചെറുപ്പകാലത്ത് തന്നെ, യുവാവായിരിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് തെലങ്കാനയുടെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണെന്ന്. ഇപ്പോൾ ആ സ്വപ്നം അദ്ദേഹത്തിന് വന്നിരിക്കും. ഓർക്കുക, 6 വർഷം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനത്തെ കോൺഗ്രസിൽ അംഗത്വമെടുത്ത കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചിട്ട് 6 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയാവുക, അതും കോൺഗ്രസിൽ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ എത്രമാത്രം ജനകീയനായി മാറുകയും എത്രമാത്രം സ്വാധീനമുള്ള ആളായി മാറുകയും ഇദ്ദേഹം ചെയ്തു എന്നുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പിന്നീട് ഇദ്ദേഹം TDPയിൽ ചേരുകയും കാലക്രമേണ ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് TDPയിൽ നിന്ന്
രാജശേഖര റെഡ്ഡി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസിലേക്ക് ചെല്ലാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം അന്ന് അതിന് ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല പല തെരഞ്ഞെടുപ്പുകളിലും സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തു. മുമ്പ് അദ്ദേഹം ജില്ലാ പരിഷത്തിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചു. പിന്നീട് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൽ തൻ്റെ കഴിവുകൊണ്ട് ജയിച്ചു. ആ സമയത്താണ് രാജശേഖര റെഡ്ഡി ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓഫർ വെച്ചതെങ്കിലും അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇദ്ദേഹത്തിനെതിരെ ചില കേസുകൾ പിന്നീട് ഉണ്ടായി വന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് തനിക്ക് അനുകൂലമായി കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം കോഴ നൽകി തുടങ്ങി ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ സമയത്ത് പോലും അദ്ദേഹം വളരെ കുറച്ച് സമയം മാത്രം വിവാഹത്തിന് പോകുവാൻ വേണ്ടിയുള്ള അനുമതി നൽകുകയൊക്കെ ചെയ്ത വളരെ ഇമോഷണലായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ സകലവിധ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ അതികായനായ ഒരു മനുഷ്യനെ 3-4 വർഷം തുടർച്ചയായി ജയിച്ചു വന്നൊരു മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ചന്ദ്രശേഖർ റെഡ്ഡിയെ പരാജയപ്പെടുത്തുന്ന KCRനെ എന്ന അതികായ മരത്തെ വീഴ്ത്തുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ രേവന്ത് റെഡ്ഡിയിലൂടെ കാണുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഇദ്ദേഹം പിന്നീട് തുടർച്ചയായി കോൺഗ്രസിൻ്റെ തെലങ്കാനയുടെ മണ്ണ് ഉഴുതുമറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേവലം ഇന്ന് കാണുന്ന നിസ്സാരമായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയല്ല അധികാരത്തിലേക്ക് വന്നത്. ഞാൻ മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലൊക്കെ പറയുന്നത് പോലെ കോൺഗ്രസിന് പലപ്പോഴും നിയതമായ ചട്ടക്കൂടോ എണ്ണയിട്ട യന്ത്രം പോലും പ്രവർത്തിക്കാനോ പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല. എന്നാൽ BJPയുടെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകളുടെ ചുക്കാൻ പിടിച്ച, അതുപോലെ തന്നെ പല മോദിക്ക് പോലും വൻ വിജയങ്ങൾ സമ്മാനിച്ച കനഗലു എന്ന് പറയുന്ന സുനിൽ കനഗലു എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റ്, അതായത് ഇലക്ഷൻ സ്ട്രാറ്റജിക് അനലിസ്റ്റിനെ തൻ്റെ കൂടെ കൂട്ടുകയും ആ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെയ്യുകയും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആധുനിക സങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ തന്നെ മൈൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്ന ഡാറ്റ അനലിറ്റിക്സ് പ്രക്രിയയിലൂടെ ആയാലും ഇങ്ങനെ പലതരത്തിൽ കോൺഗ്രസിനെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുകയും അതികായനായ വൻമരത്തെ വീഴ്ത്തുകയും പ്രചരണ രംഗം ശക്തമാക്കുകയൊക്കെ ചെയ്തത് നിർണായകമായ പങ്ക് രേവന്ത് റെഡ്ഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം MLA-മാരും രേവന്ത് റെഡ്ഡിക്കൊപ്പം ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഇപ്പോൾ ധാരാളം ആളുകൾ, പലരും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിനെതിരെ റെഡ്ഡി സഹോദരന്മാരും ബാക്കിയുള്ളവരൊക്കെ നിലകൊണ്ടപ്പോഴും വൻമരങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ പ്രായമുള്ള നേതൃത്വമൊക്കെ രേവന്ത് റെഡ്ഡിയെ മറികടന്നു കൊണ്ട് തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള തരത്തിൽ സമ്മർദ്ദങ്ങൾ കോൺഗ്രസിൽ ചെലുത്തിയപ്പോൾ ഭൂരിപക്ഷ MLA-മാരെ തൻ്റെ കൂടൊപ്പം അണിനിരത്തിക്കൊണ്ട് അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനും അതുവഴി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുവാനും രേവന്ത് റെഡ്ഡിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ തെലങ്കാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഇത്രയധികം ജനസമിതി ഉണ്ടാക്കിക്കൊടുത്ത ഒരു നേതാവായിട്ടാണ് അദ്ദേഹം ഇന്ന് മാറിയിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഈ അടുത്ത കാലത്ത് നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശക്തമാക്കുന്നതിലും ഭാരത് ജോഡോ യാത്ര ശക്തമാക്കുന്നതിലും ഒക്കെ ഇദ്ദേഹം വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ നിസ്തുലമാണ്. അതുകൊണ്ട് തന്നെ കേവലമായ ഫ്ലക്സ് രാഷ്ട്രീയത്തിന് അപ്പുറം, സൈബർ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വളരെ വലിയ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു നാടകീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പലപ്പോഴും ഇദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചത്. നാടകീയത ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം, സാധാരണ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാ തരത്തിലുള്ള സാങ്കേതികതയും സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇമോഷണലായിട്ടുള്ള വികാരങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് KCRനെതിരെ വളരെ വലിയ ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലില്ലായ്മ വലിയ വിഷയമായി പ്രചരണ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ചോദ്യപേപ്പർ വിവാദം, അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലൊക്കെ ചോദ്യപേപ്പർ ലീക്കായി എന്നുള്ള വിവാദങ്ങൾ പൊതുജന സമക്ഷത്തിൽ കൊണ്ടുവന്നുകൊണ്ട് താൻ അധികാരത്തിൽ വന്നാൽ പ്രോമിസ് ചെയ്ത 6 വാഗ്ദാനങ്ങൾ നിറവേറുന്ന ഫയലിലായിരിക്കും താൻ ആദ്യം ഒപ്പിടുക എന്ന് പറഞ്ഞ് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് സ്ത്രീകൾക്കും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പക്ഷേ തെലങ്കാന രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രേവന്ത് റെഡ്ഡി എന്ന ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ BRS കരുതിയതുപോലെ, BRSൻ്റെ ആദ്യം TRS ആയിരുന്നത് പിന്നീട് ഭാരത രാഷ്ട്ര സമിതി എന്ന പേര് മാറ്റുമ്പോൾ KCRനൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ രേവന്ത് റെഡ്ഡി ചെറുപ്പകാലത്ത് പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്വപ്നത്തിൽ എത്തിച്ചേർന്നതുപോലെ
ഒരുപക്ഷെ തെലങ്കാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ദേശീയ രാഷ്ട്രീയത്തിലെത്തി കോൺഗ്രസിൻ്റെ ഒരു മുഖമായി മാറുവാൻ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനപ്പുറം വലിയൊരു നേതാവ് വളരുവാനൊക്കെയുള്ള എല്ലാ സാധ്യതകളും എല്ലാ കഴിവുകളും രേവന്ത് റെഡ്ഡി എന്ന ചെറുപ്പക്കാരിലുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ആ കഴിവുകളെ കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ. നല്ലൊരു ഭരണം അദ്ദേഹത്തിന് തെലങ്കാനയിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ. പ്രൈം വിറ്റ്നസിൻ്റെ എല്ലാ ആശംസകളും നേരുകയും നൽകും.